സംസ്ഥാനത്തെ രണ്ടാമത്തെ പ്രമുഖ ക്രൈസ്തവ സഭകളിലൊന്നായ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികൾക്ക് കോൺഗ്രസ് പ്രാതിനിധ്യം നൽകിയിരുന്നില്ല. ഓർത്തഡോക്സ് സഭയേക്കാൾ തീരെ ശക്തി കുറഞ്ഞ സഭാവിഭാഗങ്ങളിൽപ്പെട്ട കോൺഗ്രസുകാർക്ക് സീറ്റ് നൽകിയത് ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. സഭയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ രണ്ടാം നിരയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ മുമ്പിലായിരുന്നാലും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുൻപിലായാലും ഒറ്റ ആവശ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഓർത്തഡോക്സ് സഭയ്ക്ക് ശക്തമായ സ്വാധീനമുള്ള തിരുവല്ല, മാവേലിക്കര, കായംകുളം, അടൂർ, റാന്നി, പുനലൂർ, കുണ്ടറ തുടങ്ങിയ പ്രദേശങ്ങളിൽ UDFന്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയത് ഓർത്തഡോക്സ് സഭയുടെ നിസ്സഹകരണമാണെന്ന് ഉറപ്പാണ്. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം കുറഞ്ഞതിന് പിന്നിൽ പോലും ഓർത്തഡോക്സ് സഭയുടെ വിരോധമുണ്ടെന്ന് ഉറപ്പാണ്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ സഭാ നേതൃത്വത്തെ കണ്ട് അനുരഞ്ജനത്തിന് ശ്രമിച്ചെങ്കിലും ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ഓർത്തഡോക്സ് സഭയെ വെറുപ്പിച്ചതിന്റെ പേരിൽ 10 മണ്ഡലങ്ങളിൽ UDFന് വിജയം കണ്ടെത്താനായില്ല. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.